ഹലോ, ഏവർക്കും BBY IT കൽപ്പഞ്ചേരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ബേസിക് SMD. കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയായുള്ള ഒരു ഭാഗമാണ് സോൾഡറിങ് ഗൺ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. നമുക്കറിയാം സോൾഡറിങ് ഗണ്ണ് കണ്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോൾഡറിങ് ഗണ്ണാണ് നമ്മൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അതിൽ കൂടുതൽ അതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സോൾഡറിങ് ഗൺ എന്ന് പറഞ്ഞാൽ? എ സോൾഡറിങ് ഗൺ ഈസ് ആൻ അപ്രോക്സിമേറ്റ്ലി പിസ്റ്റൾ ഷേപ്പ് ഇലക്ട്രിക്കലി പവേർഡ് ടൂൾ ഫോർ സോൾഡറിങ് മെറ്റൽസ് യൂസിങ് ടിൻ ബേസ്ഡ് സോൾഡർ ടു അച്ചീവ് എ സ്ട്രോങ് മെക്കാനിക്കൽ ബോണ്ട് വിത്ത് ഗുഡ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഒരു സോൾഡറിങ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിസ്റ്റൾ ഷേപ്പ്ഡ് ടൂളാണ്, ഇലക്ട്രിക്കലി പവേർഡ് ടൂളാണ്. നമ്മൾ സോൾഡറിങ് ഗൺ ഉപയോഗിക്കുന്നത് ടിൻ ബേസ്ഡ് സോൾഡർ ഉപയോഗിച്ചിട്ട് നല്ലൊരു മെക്കാനിക്കൽ ബോണ്ട് കൂടാതെ തന്നെ നല്ലൊരു ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റും കൊടുക്കാൻ വേണ്ടിയിട്ട്, രണ്ട് കമ്പോണൻസിന് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടൂളാണ് സോൾഡറിങ് ഗൺ എന്ന് പറയുന്നത്. ഒരു സോൾഡറിങ് ഗണ്ണിൻ്റെ ബോഡിയിൽ എന്തുണ്ടായിരിക്കും? ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും. ഒരു ട്രാൻസ്ഫോമർ അതിൽ പ്രൈമറി വൈൻഡിങ് നമ്മൾ എന്താണ് മെയിൻസ് ഇലക്ട്രിസിറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു സിംഗിൾ ടേൺ സെക്കൻഡറി വൈൻഡിങ് ഉണ്ടായിരിക്കും. അതിൻ്റെ സോൾഡറിങ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ടിന്നിൽ കോപ്പർ വളരെ തിന്നായിട്ടുള്ള കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ സോൾഡറിങ് ടിപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സോൾഡറിങ് അയൺ ടൈപ്സ് പ്രധാനമായിട്ടും 5 തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സിമ്പിൾ അയൺ, സെക്കൻഡ് കോഡ്ലെസ് അയൺ, തേർഡ് ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയൺ, ദെൻ സോൾഡറിങ് സ്റ്റേഷൻ, സോൾഡറിങ് ട്രീസസ്. സോൾഡറിങ് അയൺ ടൈപ്സിൽ വരുന്നതാണ് ഇത്രയും വരുന്ന നോക്കാം. അതിൽ സിമ്പിൾ അയണാണ് നമ്മൾ സാധാരണയായിട്ടൊരു ജനറൽ പർപ്പസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് അയൺ. നമ്മൾ ഉപയോഗിക്കുന്ന 30 വാട്ടിൻ്റെ 25 വാട്ടിൻ്റെ ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ് എന്ത് സിമ്പിൾ അയൺ എന്ന് പറഞ്ഞാൽ. അത് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്കിന് വേണ്ടിയിട്ടാണ്. ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക് എ ലോ പവർ അയൺ എ പവർ റേറ്റിംഗ് ബിറ്റ്വീൻ 15 and 35 വാട്ട്സ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ സാധാരണ ഇലക്ട്രോണിക് വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 15 വാട്ട് മുതൽ ഏകദേശം ഒരു 35 വാട്ട് വരെയാണ് ഉപയോഗിക്കുന്നത്. ഹയർ റേറ്റിംഗ്സ് ആർ അവൈലബിൾ. ഇതിലും വാട്ടേജ് കൂടിയിട്ടുള്ളത് എന്തുണ്ട്? സോൾഡറിങ് അയൺസ് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും വാട്ടേജിൻ്റെ ഉള്ള ഒരു സോൾഡറിങ് അയൺ നമുക്ക് സാധാരണ ഒരു ജനറൽ പർപ്പസ് വർക്കിന് ആവശ്യമില്ലാത്ത കാരണം നമ്മൾ സാധാരണ ഉള്ള വർക്കിനൊക്കെ ഉപയോഗിക്കുന്നത് സിമ്പിൾ അയണാണ്. നെക്സ്റ്റ് കോഡ്ലെസ് അയൺ. ആ പേരിലുണ്ട് കോഡ്ലെസ് അയൺ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അയൺസ് സ്മോൾ അയൺസ് ഹീറ്റഡ് ബൈ എ battery or by combustion of a gas such as butane in a small self-contained tank can be used when electricity is unavailable or codeless operation is required. ഒരു കോഡ്ലെസ് അയൺ എന്ന് പറയുന്നത് ഒരു സ്മോൾ അയണാണ്. അത് ഹീറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ കമ്പഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത് കോഡ്ലെസ് അയൺ വർക്ക് ചെയ്യുന്നത്. എവിടെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ അല്ലാത്തത് അല്ലെങ്കിൽ എവിടെയാണ് കോഡ്ലെസ് ഓപ്പറേഷൻ, എല്ലായിടത്തും നമുക്ക് കോഡുള്ളത് ഉപയോഗിക്കാനില്ല. അപ്പോൾ കോഡ്ലെസ് ഓപ്പറേഷൻ എവിടെയാണോ അത്യാവശ്യമുള്ളത് അത്രയും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, കോഡ്ലെസ് അയൺ ഉപയോഗിക്കുന്നത്. ഗ്യാസ് പവേർഡ് അയൺസ് മേ ഹാവ് ഇൻ്റർചേഞ്ചബിൾ ടിപ്സ് ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് സൈസ് സോൾഡറിങ് ടിപ്സ്, ഹോട്ട് നൈഫ് ഫോർ കട്ടിംഗ് പ്ലാസ്റ്റിക്, മിനിയേച്ചർ ബ്ലോ ടോർച്ച് വിത്ത് എ hot flame, and small hot air blower for such applications as shrinking heat shrink tubing. ഒരു ഗ്യാസ് പവേർഡ് അയൺ ആണെങ്കിൽ അതിലെന്തുണ്ട്? നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ബിറ്റ്, അതിൻ്റെ ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന ആ ബിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് പല തരത്തിലുള്ള സോൾഡറിങ് ടിപ്സ് ഉണ്ട്. ഹോട്ട് നൈഫ് ഫോർ കട്ടിംഗ് പ്ലാസ്റ്റിക് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് നൈഫ് ഉണ്ട്. പിന്നെ അതുപോലെ മിനിയേച്ചർ ബ്ലോ ടോർച്ച് ഉണ്ട്, കാരണം ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോ ടോർച്ച്. കൂടാതെ ഒരു എന്താണ് സ്മോൾ ഹോട്ട് എയർ ബ്ലോവർ, ഒരു ഹോട്ട് എയർ തരുന്ന ഒരു ബ്ലോവറും കൂടി അതിൽ ഉണ്ട്. കാരണം ഹോട്ട് എയർ ബ്ലോവർ, കാരണം SMD വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഹോട്ട് എയർ ബ്ലോവർ കൂടി അതിലുണ്ടായിരിക്കും.
നെക്സ്റ്റ് ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ്. ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ്, ആ പേരിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. അതായത് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിയും. മോർ അഡ്വാൻസ്ഡ് അയേൺസ് ഫോർ യൂസിങ് ഇലക്ട്രോണിക്സ് ഹാവ് എ മെക്കാനിസം വിത്ത് എ ടെമ്പറേച്ചർ സെൻസർ ആൻഡ് മെത്തേഡ് ഓഫ് ടെമ്പറേച്ചർ control to keep the chip temperature steady. More power is available if a connection is large. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോൾഡറിങ് ആണ് ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് ആണ്. അവിടെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടായിരിക്കും, ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടായിരിക്കും. ആ ടെമ്പറേച്ചർ സെൻസർ സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോൾഡറിങ് ആയ ടിപ്പിലുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. കൂടുതൽ പവറുള്ള അയണും അവൈലബിൾ ആണ്. ടെമ്പറേച്ചർ കൺട്രോൾഡ് അയൺ മേ ബി ഫ്രീ സ്റ്റാൻഡിങ് ഓർ മേ കംപ്രൈസ് എ ഹെഡ് വിത്ത് ഹീറ്റിംഗ് എലമെൻറ്റ് ആൻഡ് ടിപ്പ്. അതിൽ ഒരു ഹെഡ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് ഉണ്ടായിരിക്കും, ടിപ്പ് ഉണ്ടാവും. കൺട്രോൾഡ് ബൈ എ ബേസ് കോൾഡ് സോൾഡറിങ് സ്റ്റേഷൻ. അതിനൊരു ബേസ് ഉണ്ടായിരിക്കും. സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ബേസ് ഉണ്ടായിരിക്കും. with control circuitry and temperature adjustment and sometimes display. അതായത് ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് അയണിൽ, സാധാരണ ഒരു സോൾഡറിങ് അയണിന് കൂടാതെ തന്നെ അതിലൊരു ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കി. അതിന് പറയുന്ന പേരാണ് സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ ടെമ്പറേച്ചർ ചില സിസ്റ്റത്തിൽ എന്തായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ചിലത് നമുക്ക് നോബ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചില സ്റ്റേഷൻസിൽ എന്തെങ്കിലും അത് ഡിജിറ്റൽ ഡിസ്പ്ലേ കൂടി ഉണ്ടായിരിക്കും. എത്ര വോൾട്ടേജ്, എത്ര ടെമ്പറേച്ചറാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാത്ത ഇതിൽ നമുക്ക് നോബ് വാരി ചെയ്യുന്നതനുസരിച്ച് അവിടെ എത്ര മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, എത്രയാണോ ആ മാർക്കിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എ വെറൈറ്റി ഓഫ് മീൻസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വെറൈറ്റി മെത്തേഡ്സ് ഉണ്ട്. The simplest of these is a variable power control, much like a light dimmer, which changes the equilibrium temperature of the iron without automatically measuring or regulating the temperature. ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ പവർ കൺട്രോൾ. പവർ കൺട്രോളിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചാണ്. അതെന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിന് എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്യും, ചേഞ്ച് ചെയ്യും. Another type of system uses a thermostat, often inside the iron chip. And the iron chip thermostat ഉണ്ടായിരിക്കും, which automatically switches power on and off to the element. ആ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലായിട്ട് ടേൺ ഓൺ ആവുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും, ടേൺ ഓഫ് ആവുകയും ചെയ്യും. 8 ampere thermal sensors such as thermocouple may be used in conjunction with the circuitry to monitor the temperature of chip and adjust the power delivered to the heating element to maintain a desired temperature. ഒരു 8 ampere thermal sensor ഉണ്ടായി. ആ തെർമോകപ്പിൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ മോണിറ്റർ ചെയ്യുക ചെയ്യും. അതിനെ ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. നമ്മൾ സാധാരണ കാണുന്ന ഒരു സോൾഡറിങ് അയൺ ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പോഞ്ച് ഉണ്ടായിരിക്കും. ആ സ്പോഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ടിപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്, ഈ സൈഡിൽ നോബ് ഉണ്ട്. ഈ നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനനുസരിച്ചാണ് അവിടെ എന്ത് വരുന്നത്, ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നത്. ആ ടെമ്പറേച്ചറിൽ വ്യത്യാസം നമുക്കിവിടെ എന്ത് ചെയ്യും, ഡിജിറ്റൽ ഡിസ്പ്ലേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, എത്രയാണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയും. അതൊരു ബേസിക് ടെമ്പറേച്ചർ കൺട്രോൾഡ് സോൾഡറിങ് സ്റ്റേഷൻ്റെ ഒരു ഫിഗർ എന്നത്. ഈ സോൾഡറിങ് സ്റ്റേഷൻ, a soldering station invariably temperature controlled consists of an electrical power supply, control circuitry with provision for user adjustment to temperature and display, and a soldering iron or soldering head with a chip temperature sensor. ഇവിടെ സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതും എന്താണ്, ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. ഇവിടെ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ അനുസരിച്ച് നമുക്ക് അവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സോൾഡറിങ് അയണിൻ്റെ ടിപ്പിൽ എന്തുണ്ടായിരിക്കും, ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടായിരിക്കും. ആ സെൻസ് ചെയ്യാനുള്ള സെൻസർ ഉണ്ടായിരിക്കും, അത് ഡിസ്പ്ലേ ചെയ്തിരിക്കും. ദ സ്റ്റേഷൻ വിൽ നോർമലി ഹാവ് എ സ്റ്റാൻഡ് ഫോർ ഹോട്ട് അയൺ വെൻ നോട്ട് ഇൻ യൂസ് ആൻഡ്
എ വെറ്റ് സ്പോഞ്ച് ഫോർ ക്ലീനിങ്. ഈ സ്റ്റേഷനിൽ എന്തുണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്താണ് ഒരു സ്പോഞ്ച് ഉണ്ടാകും. വെറ്റ് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നനവുള്ള ഒരു സ്പോഞ്ച് ഉണ്ടാകും. കാരണം അവിടെ ക്ലീനിങ് ഉണ്ട്. നമ്മൾ പറഞ്ഞു സോൾഡറിങ് അയൺ ടിപ്പ് എപ്പോഴും ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ സോൾഡറിങ് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്. ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതർ ഫംഗ്ഷൻ മേ ബി കമ്പൈൻ. കൂടാതെ തന്നെ വേറെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നിരിക്കുന്ന ഫിഗർ ഉണ്ടോ, സ്റ്റാൻഡ് ഉണ്ട്, ഫിക്സ് ചെയ്യാൻ സ്റ്റാൻഡ് ഉണ്ട്, സ്പോഞ്ച് ഉണ്ട്, നേരത്തെ കണ്ട പോലെ തന്നെയാണ്. അവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു നോബുണ്ട്, അത് വാരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാരി ചെയ്യാൻ പറ്റും. ഈ സെലക്ഷൻ ഓഫ് സോൾഡറിങ് ഗണ്ണ്. ഈ സോൾഡറിങ് ഗണ്ണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് സോൾഡറിങ് ടിപ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ഫോം, ലോങ് ഫോം. ഫ്ലാറ്റ് ഫോം തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ റൺ ഫോം, then ലാഞ്ച് ഫോം, ലോഡ് സ്പിറ്റ്സ് ഫോർ J leads, ലോഡ് സ്പിറ്റ്സ് ഫോർ ഗൾഡിങ്സ്. അത് വരുന്ന ആ ടിപ്പിൻ്റെ വ്യത്യാസമനുസരിച്ച് വരുന്ന പേരുകളാണ്. അത് ഈ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പിക്ചേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോന്നെന്നുള്ളത് നമ്മൾ നമ്മൾ ഇതിന് മുമ്പ് ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട് സോൾഡറിങ് അയണിൻ്റെ ടിപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്യലായിരുന്നു. ഇനി ടിപ്സ് ആൻഡ് ടൈപ്സ്. മോസ്റ്റ് സോൾഡറിങ് അയൺസ് ഫോർ ഇലക്ട്രോണിക്സ് ഹാവ് ഇൻ്റർചേഞ്ചബിൾ ടിപ്സ്. നമ്മൾ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഒരുവിധം ആ സോൾഡറിങ് അയണിൻ്റെ ടിപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഓൾസോ നോൺ ആസ് ബിറ്റ്സ് ദാറ്റ് വാരി ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. അതുപോലെ തന്നെ ഓരോ വർക്കിനും അനുസരിച്ച് നമുക്ക് അതിൻ്റെ ടിപ്പ് ചേഞ്ച് ചെയ്യാൻ കഴിയും. പിരമിഡ് ടിപ്സ് വിത്ത് എ ട്രയാങ്കുലർ ഫ്ലാറ്റ് ഫേസ് ആൻഡ് ചിസൽ ടിപ്സ് വിത്ത് എ വൈഡ് ഫ്ലാറ്റ് ഫേസ് ആർ യൂസ്ഡ് ഫോർ സോൾഡറിങ് ഷീറ്റ് മെറ്റൽ. പിരമിഡ് ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിൽ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു സോൾഡറിങ് അയണിൻ്റെ ടിപ്സൊക്കെ. അവിടെ പിരമിഡ് ടിപ്സ് വിത്ത് എ ട്രയാങ്കുലർ ഫ്ലാറ്റ് ഫേസ് ഉപയോഗിക്കുന്നത് സോൾഡറിങ് ഷീറ്റ് മെറ്റൽ, അതായത് ഷീറ്റ് മെറ്റലിൽ വരുന്ന സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്നത്. ഫൈൻ കോണിക്കൽ ഓർ ടോപ്പേർഡ് ചിസൽ ടിപ്സ് ആർ ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് വർക്ക്സ്. നമ്മൾ കൂടുതലായിട്ട് ഇലക്ട്രോണിക് വർക്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫൈൻ കോണിക്കൽ അല്ലെങ്കിൽ ടേപ്പേർഡ് ചിസൽ ടിപ്സാണ്. ഇറ്റ് മേ ബി സ്ട്രെയിറ്റ് ഓർ ഹാവ് എ ബെൻഡ്. അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു സ്ട്രെയിറ്റ് ആയിട്ടില്ലായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ബെൻഡുള്ള ടൈപ്പും ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. കോൺകേവ് ഓർ വിക്കിംഗ് ടിപ്സ് വിത്ത് എ ചിസൽ ഫേസ് വിത്ത് എ concave well in the flat face to hold a small amount of solder are available. അതുപോലെ കോൺകേവ് അല്ലെങ്കിൽ വിക്കിംഗ് ടിപ്പ്, ചെറിയ ഒരു സോൾഡറും ലഭ്യമാണ്. ടിപ്പ് സെലക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടൈപ്സ് ഓഫ് വർക്ക് ആൻഡ് ആക്സസ് ടു ജോയിൻറ്റ്. സോൾഡറിങ് ഓഫ് 0.5 mm പിച്ച് സർഫസ് മൗണ്ട് ഐസിസ്. അപ്പോൾ നമ്മൾ ഈ ടിപ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് വർക്കും അതുപോലെ ആക്സസ് ടു എങ്ങനെയുള്ള ജോയിൻ്റാണ്, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിപ്പ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ കുറേ പാക്കേജസ് പഠിച്ചു, QFP എന്ന് പറഞ്ഞാൽ. ഇനി അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആണ് ബോൾ ഗ്രിഡ് അറേ, BGA എന്ന് പറയുന്ന ബോൾ ഗ്രിഡ് അറേ. ഈ ബോൾ ഗ്രിഡ് അറേ നിങ്ങൾക്ക് ആ പേരിൽ തന്നെ പറയാൻ പറ്റും, ബോൾ ഗ്രിഡ് അറേ എന്നാണ്. ഇവിടെ ഇപ്പോൾ ഒരു ചിപ്പ് തന്നിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ എന്ന് പറയുന്ന ഒരു ബോൾ ഷേപ്പിലാണ്. പിന്നല്ല അവിടെ വരുന്നത്, ബോൾ ഷേപ്പ് അല്ലെങ്കിൽ ബീഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് കൊടുത്തിരുന്നത്. ഈ ഫിഗറിൽ നന്നായിട്ട് നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഒരു ബോൾ ഷേപ്പിലാണ്. അപ്പോൾ ബോൾ ഗ്രിഡ് അറേ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ പിൻ ഗ്രിഡ് അറേ ഉണ്ട്, അത് പിന്നായിട്ട് ഇങ്ങനെ ലീഡ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ്. ഇത് ബോൾ ഗ്രിഡ് അറേ. ബോൾ ഗ്രിഡ് അറേ എന്ന് പറയുന്ന BGA, അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. A ball grid array BGA is a type of surface mount package, a chip carrier used for integrated circuits. Ball grid array എന്ന് പറഞ്ഞാൽ അത് സാധാരണയായിട്ട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു തരം പാക്കേജാണ്. BGA packages are used to permanently mount devices such as microprocessor. BGA packages ഒക്കെ ഉപയോഗിക്കുന്നത് മൈക്രോ പ്രോസസ്സറിൻ്റെ കണക്ഷനാണ്. A BGA can provide more interconnection pins that can be put on a dual inline or flat package. ഇവിടെ BGA എന്ന് പറയുന്ന അത് ഇൻ്റർകണക്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഡ്യുവൽ ഇൻലൈൻ ഓർ ഫ്ലാറ്റ് പാക്കേജ്. മോർ പിൻസ്,
ഒരുപാട് പിൻസ് ഉണ്ട്. അതൊക്കെ ഒരു ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് അല്ലെങ്കിൽ എന്താണ് ഫ്ലാറ്റ് പാക്കേജിലാണ് ചെയ്തിരിക്കുന്നത്. ദ ഹോൾ ബോട്ടം സർഫസ് ഓഫ് ദ ഡിവൈസ് ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ദ പെരിമീറ്റർ. ആൻഡ് ബോട്ടം സർഫസിൽ വരുന്ന ഡിവൈസ് അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പെരിമീറ്റർ മൊത്തം എന്തായിട്ട് വരുന്നത് തന്നെ പിൻസ് വരുന്നത്. ദ ലീഡ്സ് ആർ ഓൾസോ ഓൺ ആവറേജ് ഷോർട്ടർ ദാൻ വിത്ത് എ പെരിമീറ്റർ ഓൺലി ടൈപ്പ് ലീഡിങ് ടു ബെറ്റർ പെർഫോമൻസ് അറ്റ് ഹൈ സ്പീഡ്. അതായത് ആ പെരിമീറ്റർ മൊത്തം ആണെന്ത് ഉപയോഗിച്ചുള്ളത്, അത് പിന്നെ ഉപയോഗിച്ചത് അപ്പോൾ കൂടുതൽ പെർഫോമൻസ് ഹൈ സ്പീഡിലേക്ക് മാറ്റാൻ കഴിയും. Soldering of BGA devices requires precise control and is usually done by automated processor. BGA device ഉപയോഗിക്കുന്ന ഓട്ടോമേറ്റഡ് പ്രോസസ്സറാണ്. BGA devices are not suitable for socket mounting. BGA device ഒരു സോക്കറ്റ് മൗണ്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൽ സോക്കറ്റ് IC സോക്കറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ IC സോക്കറ്റിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, BGA ഉപയോഗിക്കാൻ പറ്റില്ല. The ball grid array of BGA is a very different package of those using pins such as quad flat pack. Quad flat packനേക്കാളും ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നതാണ് BGA എന്ന് പറയുന്ന ബോൾ ഗ്രിഡ് array. The pins of the BGA package are arranged in a grid pattern and this gives rise to the name. ഈ BGA എന്ന് പറഞ്ഞാൽ ഒരു ഗ്രിഡ് പാക്കേജിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, കാരണം പറയുന്ന അതിന് BGA എന്നുള്ള പേര് വന്നു. In addition to this, rather than having the more traditional wire pins for the connections, pad with bolts of solder are used instead. അവിടെ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബോൾസ് ആണ്. സോൾഡർ എന്താണ് ബോൾസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. On the printed circuit board PCB onto which the BGA components are to be fitted, there is a matching set of copper pads to provide the required connectivity. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ ഏത് BGA കമ്പോണൻ്റാണ്, ആ BGA കമ്പോണൻസ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടൊരു കോപ്പർ പാഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. BGA packages offer many advantages over their quad flat pack rivals and as a result they are being used increasingly for the manufacture of electronic circuit. നമ്മുടെ ക്വാഡ് ഫ്ലാറ്റ് പാക്കേജിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് അതിനാണ് BGA പാക്കേജിനാണ്. അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് കൂടുതൽ മാനുഫാക്ചേഴ്സും BGA ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് BGAയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ആൻഡ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്ത് നമുക്ക് കൂടുതൽ പിൻസ് പറ്റും. The BGA is a solution to the problem of producing a miniature package for an integrated circuit with many hundreds of pins. BGAയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, സൈസ് കുറയ്ക്കാൻ പറ്റും. മിനിയേച്ചർ പാക്കേജ് കാരണം വളരെ എന്താ ചുരുങ്ങിയ സൈസാക്കാൻ പറ്റും. കാരണം ഒരുപാട് സർക്യൂട്ട്സിന് നമുക്ക് പിൻസൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിൻ ഗ്രിഡ് arrays and dual inline surface mount packages were being produced with more and more pins and with decreasing spacing between the pins. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പിൻ ഗ്രിഡ് array ആണെങ്കിലും ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണെങ്കിലും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പിൻസ് കൂടുതലുള്ള കാരണം അവിടെ എന്താണ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പേസിങ്, ആ പിൻസിൻ്റെ ഇടയിലുള്ള സ്പേസിങ് വളരെ അധികം കുറവായിരിക്കും. ബട്ട് ദിസ് വാസ് കോസിങ് ഡിഫിക്കൽട്ടീസ് ഫോർ ദ സോൾഡറിങ് പ്രോസസ്. അങ്ങനെ ഉണ്ടാകുന്ന സ്പേസിങ് വളരെ കുറവായ കാരണം അവിടെ എന്തെങ്കിലും സംഭവിക്കും, അവിടെ സോൾഡറിങ് പ്രോസസ്സ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. ആസ് പാക്കേജസ് പിൻസ് ഗോട്ട് ക്ലോസർ ടുഗദർ the danger of accidentally bridging adjacent pins with solder glue. അവിടെ അങ്ങനെ പിൻസൊക്കെ വളരെ അടുത്തടുത്ത് വരുന്ന കാരണം നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യും, കണക്റ്റ് ആവുന്ന സമയത്ത് അവിടെ എന്താണ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ബ്രിഡ്ജിങ് നടക്കും. അതായത് ഓരോ സോൾഡർ ഇങ്ങനെ ജോയിൻ ആയി പോയിട്ടുണ്ടാവും. BGAs do not have this problem of this solder is factory applied to the BGAയിലേക്ക് ഇങ്ങനൊരു പ്രോബ്ലം വരുന്നത് പിൻ ഗ്രിഡ് അറേയിലും അല്ലെങ്കിൽ കോഡ് ഫ്ലാറ്റ് പാക്കിലൊക്കെ വരുന്നത്. കാരണം പിൻസ് വരുമ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഓരോ സോൾഡറും തമ്മിൽ എന്ത് ചെയ്യും പോവും, ആ പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ആയി പോകും. അപ്പോൾ ഇവിടെ മൊത്തം ഷോർട്ടായി പോകും. ഹീറ്റ് കണ്ടക്ഷൻ. The further advantage of BGA packages over packages with the discrete leads is a lower resistance between the package and the PCB. ഇവിടെ എന്താണ് മറ്റൊന്ന് ഹീറ്റ് കണ്ടക്ഷനാണ്. കാരണം ഇവിടെ പിൻസ് ലീഡ്സായിട്ട് നിൽക്കാത്ത കാരണം നമുക്ക് എന്താണ് അവിടെ കുറവായിരിക്കും.
This allows heat generated by the integrated circuit inside the package to flow more easily to the PCB, preventing the chip from overheating. അത് കാരണം നമുക്ക് ഇവിടെ എന്താണ് ഓവർ ഹീറ്റിംഗ് കുറയ്ക്കാൻ കഴിയും. നെക്സ്റ്റ് ലോ ഇൻഡക്റ്റൻസ് ലീഡ്സ്. BGA with their very short distance between the package and the PCB have low lead inductance. വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് BGAയിൽ വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് ആയ കാരണം ഇവിടെ എന്തുണ്ടായില്ല, ലീഡ് ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കില്ല. അവിടെ ലീഡ്സ് സൈസ് ഇല്ലാത്ത കാരണം അവിടെ ലീഡ് ഇൻഡക്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, ഗിവിങ് ദം സുപ്പീരിയർ ഇലക്ട്രിക്കൽ പെർഫോമൻസ് ടു പിൻ ഡിവൈസ്. അപ്പോൾ ഇവിടെ ലീഡ്സിൽ ഉണ്ടാകുന്ന ഇൻഡക്റ്റൻസ് കുറവായ കാരണം അവിടെ എന്തായിരിക്കും, ഇലക്ട്രിക്കൽ പെർഫോമൻസ് മറ്റുള്ള പാക്കേജിനേക്കാളും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇംപ്രൂവ്ഡ് PCB ഡിസൈൻ ആസ് എ റിസൾട്ട് ഓഫ് ലോവർ ട്രാക്ക് ഡെൻസിറ്റി. അവിടെ ഇംപ്രൂവ്ഡ് PCB ഡിസൈൻ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ദ BGA പാക്കേജ് ഈസ് റോബസ്റ്റ്. പാക്കേജ് റോബസ്റ്റ് ആണ്, കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ ചുരുങ്ങിയതാണ്, അതാണ് റോബസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി വലിയ കൺസ്ട്രക്ഷൻ അല്ലാതെ ചെറിയ കൺസ്ട്രക്ഷൻ ആക്കി മാറ്റുന്നു. ലോവർ തെർമൽ റെസിസ്റ്റൻസ്. BGAs offers a lower thermal resistance between the silicon chip itself than quad flat pack device. Okay. Lower thermal resistance കുറവായിരിക്കും. This allows heat generated by the integrated circuit inside the package to be conducted out of the device onto PCB faster and more effectively. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യും, PCBയിലേക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും, അതിൻ്റെ വർക്കിംഗ് എളുപ്പം. ഇംപ്രൂവ്ഡ് ഹൈ സ്പീഡ് പെർഫോമൻസ്. പിന്നെ ഒന്നാണ് ഇംപ്രൂവ്ഡ് ഹൈ സ്പീഡ് പെർഫോമൻസ്. ആസ് ദ കണ്ടക്ടേഴ്സ് ആർ ഓൺ ദി അണ്ടർസൈഡ് ഓഫ് ദി ചിപ്പ് കാരിയർ. അതിൻ്റെ കണ്ടക്ടേഴ്സ് ചിപ്പ് കാരിയറിൻ്റെ അടിയിലായ കാരണം. ദിസ് മീൻസ് ദാറ്റ് ലീഡ്സ് വിത്തിൻ ദ ചിപ്പ് ആർ ഷോർട്ടർ. മുമ്പ് പറഞ്ഞാൽ ഇതിലുപയോഗിക്കുന്ന പിൻസ് വളരെ ചെറുതാണ്. അക്കോർഡിംഗ്ലി അൺവാണ്ടഡ് ലീഡ് ഇൻഡക്റ്റൻസ് ലെവൽസ് ആർ ലോവർ ആൻഡ് ദിസ് വേ ബോൾ ഗ്രിഡ് array devices are able to offer a higher level performance than their QFP counterparts. നമ്മൾ പറഞ്ഞു BGA എന്ന് പറഞ്ഞാൽ തന്നെ പിൻസിൻ്റെ ലെങ്ത്ത് വളരെ ഷോർട്ടാണ്, വളരെ കുറവാണ്. അപ്പോൾ അത് ആ ഒരു കാരണം കൊണ്ട് ഇവിടെ ലീഡ് ഇൻഡക്റ്റൻസ് വളരെ കുറവായിരിക്കുന്ന കാരണം ഇതിൻ്റെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, മറ്റേത് പാക്കേജിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും. BGA സോൾഡർ പ്രോസസ്സ്. BGA soldering process എന്നാണ്. The solder balls on the package have very carefully controlled amount of solder and when heated in the soldering process the solder melts. BGA കണ്ടുന്നത് നമ്മൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടത്, കാരണം അവിടെ ബോൾസാണ്, അപ്പോൾ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. Surface tension causes the molten solder to hold the package in correct alignment with the circuit board while the solder cools and solidifies. അത് നമ്മളെന്താണ് ആ കറക്റ്റ് അലൈൻമെൻറ്റിൽ നമ്മൾ സർഫസ് ടെൻഷന് അവിടുത്തെ മോൾട്ടൻ സോൾഡറിന് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന കൊടുക്കുന്ന കമ്പോണൻസിനെ കറക്റ്റ് അലൈൻമെൻറ്റിൽ നിർത്തും. ദ composition of the solder alloy and the soldering temperature are carefully chosen so that the solder does not completely melt but stays semi-liquid, allowing each ball to stay separate from its neighbors. ഇവിടെ കോമ്പോസിഷൻ, അവിടെ ഉപയോഗിക്കുന്ന സോൾഡർ അലോയുടെ കോമ്പോസിഷനും അതുപോലെ തന്നെ സോൾഡറിങ് ടെമ്പറേച്ചറും നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വരുന്ന കമ്പൗണ്ട്സും ഡാമേജ് ചെയ്യും. BGA സോൾഡർ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ. ഒരു സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്ന സോൾഡർ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ. The main problem with the soldering BGA component is that sufficient heat must be applied to ensure that all the balls in the grid melt sufficiently for every BGA solder joint to be satisfactorily made. അല്ലേ, നമ്മളവിടെ BGA കമ്പോണൻറ്റ് സോൾഡർ ചെയ്യുന്ന സമയത്ത് അതിലെ ഓരോ ബോൾസും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സോൾഡർ കറക്റ്റായിട്ട് നടക്കണം. The only satisfactory means of test is a form of BGA inspection using X-rays. ഒരു BGAയിൽ സോൾഡർ ഇൻസ്പെക്ഷൻ കുറച്ച് ടഫാണ്, പക്ഷെ അവിടെ നടക്കുന്നത് എക്സ്റേ ഉപയോഗിച്ചിട്ടാണ്. ഏറ്റവും നല്ല മെത്തേഡ് എക്സ്റേ ഉപയോഗിച്ചുള്ള ഇൻസ്പെക്ഷനാണ്. The solder machine is set up correctly. The BGA components solder very well and few problems are encountered with the BGA solder process. അവിടെ വരുന്ന
BGA കമ്പോണൻസ് നമ്മൾ സോൾഡറിങ് മെഷീൻ കറക്റ്റ് സെറ്റപ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷം കമ്പോണൻസ് സോൾഡർ ചെയ്യാം. അവിടെ വളരെ കുറഞ്ഞ BGA പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇനി BGA rework. In the BGA rework process, the heating is often achieved in a specialized rework station. BGA നമ്മൾ റീവർക്ക് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് റീവർക്ക് സ്റ്റേഷൻ ഉപയോഗിച്ചിട്ടാണ്. ദിസ് കംപ്രൈസസ് ഫിറ്റഡ് വിത്ത് ഇൻഫ്രാറെഡ് ഹീറ്റർ. അവിടെ എന്താണ് ഒരു ഇൻഫ്രാറെഡ് ഹീറ്ററാണ്. എ thermocouple to monitor the temperature and vacuum devices for lifting the package. അപ്പോൾ ഒരു BGA റീവർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഇൻഫ്രാറെഡ് ഹീറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു തെർമോകപ്പിൾ, അവിടെ തന്നെ ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടൊരു തെർമോകപ്പിൾ ഉണ്ടായിരിക്കും. പിന്നെ ഒരു വാക്യൂം ഡിവൈസ്, കമ്പോണൻസ് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു വാക്യൂം ഡിവൈസും ഉണ്ടായിരിക്കും. ഗ്രേറ്റ് കെയർ ഈസ് നീഡഡ് ടു എൻഷുർ ദാറ്റ് ദ ഓൺലി BGA ഈസ് ഹീറ്റഡ് ആൻഡ് റിമൂവ്. ഈ BGA ഹീറ്റ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി കെയർ ചെയ്യണം. Other devices nearby need to be affected as little as possible, otherwise they may be damaged. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കറക്റ്റ് അല്ല നമ്മളവിടെ സോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ റീവർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് തൊട്ടടുത്തുള്ള കമ്പോണൻസ് എന്ത് ചെയ്യും, ഡാമേജ് ചെയ്യും. BGA technology in general and in particular the BGA soldering process have proved themselves to be very successful than they first introduced. BGA technology generally ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സക്സസ്ഫുൾ ആണ്. They are now an integral part of the PCB assembly process used in most companies for mass production and for prototype PCB assembly. ഇത് അഡ്വാൻറ്റേജ് എല്ലാം കൂടുതലായി, കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് BGA ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് സോൾഡറിങ് അയൺ ടിപ്സും അതെങ്ങനെയാണെന്നുള്ളതും അത് സോൾഡർ ചെയ്യുന്ന വിധം പറഞ്ഞു. പിന്നെ അതിൽ പ്രധാനപ്പെട്ടൊരു പാക്കേജ് പറഞ്ഞു, BGA എന്ന് പറഞ്ഞാൽ ബോൾ ഗ്രിഡ് അറേ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പിൻ ഗ്രിഡ് അറേ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. താങ്ക് യു.